ഹലോ ഓൾ, ഇന്ന് നമ്മുടെ ഡേ 12 ഓഫ് എത്തിക്സ് ഡെയിലി ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാമിൻ്റെ ഡേ 12 ആണ്. സോ ബേസിക്കലി ഇന്നത്തെ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ്. സോ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇമോഷണൽ ഇൻ്റലിജൻസ് ദ എബിലിറ്റി ടു മേക്ക് യുവർ ഇമോഷൻസ് വർക്ക് ഫോർ യു ഇൻസ്റ്റെഡ് ഓഫ് എഗെയിൻസ്റ്റ് യു. സോ ഡു യു എഗ്രി വിത്ത് ദിസ് വ്യൂ? ഡിസ്കസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ്റെ വ്യൂ പോയിന്റ് വന്നുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമോഷൻ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിനെക്കാട്ടും നിങ്ങൾക്ക് വേണ്ടി വർക്ക് ഫോർ യു. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? ഇമോഷൻ ഇൻ്റലിജൻസ് വർക്ക് ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ ഇമോഷൻസ് വർക്ക് ചെയ്യുന്നതിനെയാണ് എന്ത് ചെയ്യുന്നത്? ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഇതിനോട് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അത് എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് ഇവിടെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഇതിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി ചോദിക്കുന്നുണ്ട്. സോ ബേസിക്കലി ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യേണ്ടത് തന്നെയായിരിക്കണം, അല്ലേ? നമുക്ക് വേണ്ടി വർക്ക് ചെയ്യണം. നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഇമോഷണൽ ഇൻ്റലിജൻസ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തില്ല എന്നുള്ളതിൻ്റെ അർത്ഥം. ഇനി സ്ട്രക്ചർ ഓഫ് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷനിൽ നമുക്കിവിടെ എന്ത് എഴുതാൻ പറ്റും? ഇൻട്രൊഡക്ഷനിൽ നമുക്കിവിടെ പറയാം എന്താണ്, വാട്ട് ഈസ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് വേണേൽ പറയാം, അല്ലേ? സോ വാട്ട് ഈസ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഇവിടെ നന്നായിരിക്കും, കാരണം ഇമോഷണൽ ഇൻ്റലിജൻസിനെ പറ്റിയാണ് ചോദ്യം. സോ നമുക്ക് എന്താണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നുള്ള ഒന്ന് ഡിഫൈൻ ചെയ്തിട്ട് അതിനുശേഷം എന്ത് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് ലിങ്ക് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതായത് ഇമോഷണൽ ഇൻ്റലിജൻസ് ക്യാൻ ബി ആക്റ്റീവ് ഇൻ ബോത്ത് ദ വേസസ്. ഫോർ എക്സാമ്പിൾ, ഇമോഷൻസ് എന്ത് ചെയ്യാം? ചിലപ്പോൾ നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വരാം, അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ട് വരാം. സോ ആ ഒരു രീതിയിൽ വേണമെങ്കിൽ ലിങ്ക് ചെയ്ത് കൊടുക്കാം. ദെൻ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ എന്താണ്? ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ത് ചെയ്യണം? നമുക്ക് വേണ്ടിയായിരിക്കണം, വർക്ക് ഫോർ എസ് ആയിരിക്കണം ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വർക്ക് ഫോർ എസ് എന്തെന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവ് എന്നെങ്ങനെയാണ് നമുക്ക് വേണ്ടി ഇമോഷണൽ ഇൻ്റലിജൻസ് നമുക്ക് എങ്ങനെയാണ് വർക്ക് ഫോർ എസ് ആവുക എന്ന് പറയാം. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഇമോഷണൽ ഇൻ്റലിജൻസ് ഇനി നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന രീതി എന്താണെന്നുള്ളത് ഒന്നെങ്കിൽ ഇൻട്രൊഡക്ഷനിൽ തന്നെ ആദ്യം പറഞ്ഞു, അല്ലെങ്കിൽ അതിന് അവസാനം നമുക്ക് പറയാം. ഇനി അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ത് ചെയ്യരുത്? ചില സമയത്ത് ഇമോഷണൽ ഇൻ്റലിജൻസ് വർക്ക് എഗെയിൻസ്റ്റ് സൊസൈറ്റിയോട് വരുന്ന രീതിയിൽ വരാറുണ്ട്. അങ്ങനെ ആവരുത് എന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്കൊന്ന് പറഞ്ഞ് അവസാനിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ആസ്പെക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഡെഫിനേഷനാണ്. സോ എന്താണ് ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഡെഫിനേഷൻ? യു ഓൾറെഡി നോ. ഇമോഷണൽ ഇൻ്റലിജൻസ് ഈസ് ദ എബിലിറ്റി ടു റെക്കഗ്നൈസ്, അണ്ടർസ്റ്റാൻഡ്, മാനേജ് വൺസ് ഓൺ ഇമോഷൻ while also being sensitive to others' emotion in order to guide the thinking and behavior effectively. ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇമോഷൻസ് മനസ്സിലാക്കുകയും അതേപോലെ തന്നെ നമ്മുടെ ഇമോഷൻസ് മനസ്സിലാക്കുകയും അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും അത് മാനേജ് ചെയ്യുകയും അതേപോലെ തന്നെ മറ്റൊരാളുടെ ഇമോഷൻസ് എന്ത് ചെയ്യുന്നു? ബാക്കിയുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അതിനനുസരിച്ച് ബിഹേവിയർ എത്തിക്കലി മോറലി നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതിനാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. സോ വെൻ ഇമോഷൻസ് ആർ നോട്ട് മാനേജ്ഡ് വെൽ ദേ ക്യാൻ ക്ലൗഡ് ജഡ്ജ്മെൻറ്റ്. ഇമോഷൻസ് മാനേജ് ചെയ്തിൽ എന്ത് പറയുന്നത്? ജഡ്ജ്മെൻറ്റ് ക്ലൗഡഡ് ആവും, നമ്മൾ ബയാസ്ഡ് ആവും, നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്, ഇപ്പം ഫോർ എക്സാമ്പിൾ പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ നമ്മൾ എന്തായിരിക്കും? ബയാസ്ഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കാർ ആക്സിഡൻ്റ് ആയി കിടക്കുന്നത് കണ്ടു. സോ കാർ ആക്സിഡൻ്റ് ആയി കിടക്കുന്ന സമയത്ത് അതിനകത്തൊരു സ്ത്രീ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പറയും ആ കാർ ഓടിച്ച് തെറ്റാരുടെ ഭാഗത്തായിരിക്കും, ആ വുമൺ ഡ്രൈവറിൻ്റെ ഭാഗത്തായിരിക്കും. ദീസ് ആർ ബയാസ്ഡ് ജഡ്ജ്മെൻറ്റ്, അല്ലേ? അതേപോലെയുള്ള ബയാസ്ഡ് ജഡ്ജ്മെൻറ്റുകൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഫോക്കസ് കുറയും, നിങ്ങളുടെ ഇമോഷൻസ് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല, റാഷണലായിട്ട് ചിന്തിക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്ക്, നിങ്ങളുടെ ഇമോഷൻസിൽ നിങ്ങൾക്ക് ദേഷ്യം വന്നപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ചില സമയത്ത് നിങ്ങൾ അറിയാതെ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ തന്നെ പറയും ഞാൻ ദേഷ്യം പിടിച്ചപ്പോൾ ചെയ്തു പോയതാണെന്ന് പറയുന്നവരാണ് നിങ്ങളെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളിങ്ങനെ പറയേണ്ട ദേഷ്യം പിടിക്കുമ്പോൾ ഞാൻ ചെയ്തു, അല്ലെങ്കിൽ ദേഷ്യം പിടിക്കുമ്പോൾ എന്തെങ്കിലും വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുക. ഓൾ ദീസ് ആർ എന്താണ്? ഇമോഷൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ദേഷ്യം വരുന്ന സമയത്ത് ആ ദേഷ്യം മാനേജ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പ്രശ്നങ്ങളാണ്. സോ ഡാമേജ് റിലേഷൻഷിപ്പ്, ഫിയർ മേ സ്റ്റോപ്പ് സമ്മൺ ഫ്രം സീസിങ് ഓപ്പർച്യൂണിറ്റി, ആങ്സൈറ്റി എക്സാമിന് വരുന്ന സമയം, ഇതൊക്കെ എന്ത് ചെയ്യാം? ഇമോഷനെ നമ്മൾ ബാധിക്കുന്ന കാര്യമാണ്. സോ അൺമാനേജ്ഡ് ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ റീസണിനെ ഓവർ പവർ ചെയ്യും, നമ്മൾ പ്രിവെൻറ്റ് ഫ്രം ഒരു കൺസ്ട്രക്റ്റീവ് സക്സസ്സിൽ നിന്ന് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസ് ശരിക്കും എന്തായിരിക്കണം? നമുക്ക് വേണ്ടി വർക്ക് ചെയ്യേണ്ടതായിരിക്കണം. സോ എങ്ങനെയാണ് ഇമോഷൻസ് ഇൻ്റലിജൻസ് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുക? നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഓരോ ഇമോഷൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നമ്മളെ പല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഈ ഫിയർ എന്ന് പറയുന്ന സാധനത്തിന് നമുക്ക് എന്ത് ചെയ്യാം? ഇമോഷണൽ ഇൻ്റലിജൻസ് ഉണ്ടെങ്കിൽ മോട്ടിവേഷൻ ആക്കി മാറ്റാൻ പറ്റും, അല്ലേ? ഇപ്പോൾ UPSC എക്സാമിനേഷന് നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് പേടിയുണ്ട്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് ആ പേടിയുള്ളതുകൊണ്ട് നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? പഠിച്ചു പോകുന്നു. ഇപ്പം തന്നെ നിങ്ങൾ നോക്കിക്കുക, റൈസപ്പിൻ്റെ ആൻസേഴ്സ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി അത് ഫോക്കസ് ചെയ്ത് പോകുന്നു. പക്ഷേ എക്സാം ദൂരെയുള്ള വരാനായിട്ടില്ല. പക്ഷേ ഇപ്പോഴേ നമ്മൾ ചെയ്യുന്നത് എന്തിനാണ്? നമ്മൾ ആ സിറ്റുവേഷനെ മുൻകൂട്ടി എന്ത് ചെയ്തു? കണ്ട് ചെയ്ത് അത് മോട്ടിവേഷനാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ദേഷ്യത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു അസർട്ടീവ്നെസ് ആക്കി മാറ്റാൻ പറ്റും. ഇമോഷണൽ ഇൻ്റലിജൻസ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാംനെസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഗാന്ധി എന്ത് ചെയ്തിട്ടുണ്ട്? ഗാന്ധി ട്രാൻസ്ഫോംഡ് ആങ്കർ ഇൻറ്റു ഇൻജസ്റ്റിസ്, ആങ്കർ അറ്റ് ഇൻജസ്റ്റിസ് ഇൻറ്റു നോൺ വയലൻറ്റ് റെസിസ്റ്റൻറ്റ് മൂവ്മെൻ്റ് ആക്കി മാറ്റി.
ഗാന്ധിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു ട്രെയിനിൽ ഇറക്കി വിട്ടപ്പം. പക്ഷെ ആ ദേഷ്യം ഗാന്ധി എന്താണ് കാണിച്ചത്? ബ്രിട്ടീഷുകാരെ ചീത്ത വിളിച്ചിട്ടല്ല, ഗാന്ധി അതൊരു മൂവ്മെൻ്റ് ആക്കി മാറ്റുകയാണ് ചെയ്തത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ദേഷ്യത്തെ നമ്മൾ അസർട്ടീവ്നെസ് ആക്കി മാറ്റുന്നു. എക്സൈറ്റ്മെൻ്റ് ആയിരിക്കുന്ന സിറ്റുവേഷൻ നമ്മൾ പ്രൊഡക്ടിവിറ്റി ആകുന്നു. ചില ആളുകൾ വളരെ എക്സൈറ്റ്മെൻ്റ് ആവും ചില സിറ്റുവേഷൻസിൽ. അപ്പോൾ നമ്മളിങ്ങനെ തുള്ളിച്ചാടി നടക്കും, പക്ഷെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ റെസ്റ്റ്ലെസ് ആവും. സോ ഇതെന്താണ്? ഇത് അത്ര നല്ല ബിഹേവിയർ അല്ലല്ലോ. നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ പ്രൊഡക്റ്റീവ് ആവണം. സോ അങ്ങനെ എക്സൈറ്റഡ് ഉള്ള ആളുകൾ നമ്മൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉള്ളിൽ വെച്ചിട്ട് അതിനെ റെഗുലേറ്റ് ചെയ്യാനും അതിനകത്ത് ഓവർ ഇൻഡ്യോസത്തിനെക്കാട്ടും കാണാത്ത ആ ഫോക്കസ്ഡ് എനർജി നമ്മൾ എന്ത് ചെയ്യുന്നു? ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് അതിൻ്റെ എനർജിയെ നമ്മൾ മാറ്റുന്നു, ഡിസിപ്ലിൻഡ് ആവുന്നു. സോ ഓണ്ടർപ്രണേഴ്സ് എന്ത് ചെയ്യുന്നു? എക്സൈറ്റ്മെൻറ്റ്, സ്റ്റാർട്ടപ്പ്, ഇന്നോവേറ്റീവ് ഐഡിയാസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ എക്സൈറ്റ്മെൻറ്റ് നമ്മൾ കളയാതെ അത് ഡിസിപ്ലിൻഡ് ആയിട്ട് വർക്കായിട്ട് ഫോക്കസ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ആണ് നമ്മുടെ വിഷമത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ റിഫ്ലക്ഷൻ ആവുന്നു. ഫോർ എക്സാമ്പിൾ, നമുക്ക് സങ്കടപ്പെട്ടിരിക്കുന്നു, ഒരു വിഷമം വരുന്ന സിറ്റുവേഷനിൽ ഇപ്പം നമ്മൾ അതിനകത്ത് എന്താ ചെയ്യുക? നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ പറ്റി എന്നുള്ളത് നമ്മൾ ഇൻട്രോസ്പെക്റ്റ് ചെയ്യും. നമ്മുടെ ചെയ്ത ബിഹേവിയറിൽ എന്തൊക്കെ പ്രോബ്ലം പറ്റി, നമ്മുടെ ആക്ഷൻസിൽ എന്തൊക്കെ പ്രോബ്ലം പറ്റി, നമ്മുടെ പ്രിപ്പറേഷനിൽ എന്തൊക്കെ പ്രോബ്ലം പറ്റി. ബേസ്ഡ് ഓൺ ദാറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? അത് പഠിച്ചതിന് ശേഷം ആ പ്രോബ്ലംസ് റെക്ടിഫൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ബെറ്റർ ആയിട്ടുള്ള ഒരാളായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇമോഷണൽ ഇൻ്റലിജൻസ് ഉണ്ടെങ്കിൽ പറ്റുക. സോ അല്ലെങ്കിൽ നമുക്ക് ഈ പറയാൻ പറ്റും, ഫോർ എക്സാമ്പിൾ ഇപ്പം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡായിട്ട് നമുക്ക് ഒരു സ്റ്റേറ്റ് ഓഫ് മാൻ എന്ത് ചെയ്യും? ഒരു ഹാപ്പി മൈൻഡ് സെറ്റ് എപ്പോഴും കീപ്പ് ചെയ്യാൻ പറ്റും അല്ലേ? ഹാപ്പി മൈൻഡ് സെറ്റ് എപ്പോഴും കീപ്പ് ചെയ്യാൻ പറ്റും. നമുക്കൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി ആയിരിക്കും, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. നമുക്ക് ചിലപ്പോൾ സെറ്റ് ബാക്കുകൾ വന്നിട്ടുണ്ടാവും. സെറ്റ് ബാക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇമോഷണൽ ഇതും കടന്നു പോകും. ഇതൊന്നും ഒരു പ്രശ്നമല്ല. നാളെ എന്ത് ചെയ്യും? ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല, പ്രിലിംസ് ക്ലിയർ ചെയ്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വിഷമിച്ചിരുന്നിട്ടൊരു കാര്യമില്ല. ഇതൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ കാണാന്നുള്ളത്. ഇത് ഇനിയും പ്രിലിംസ് വരും, നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. നമ്മൾ വെറുതെ അത് ആലോചിച്ച് വിഷമിച്ച് വെറുതെ സമയം കളയുമ്പോഴാണ് വീണ്ടും ഫെയിൽ ആവാനുള്ള ചാൻസ്. പക്ഷെ നിങ്ങൾ ആക്ഷൻസ് എടുക്കുകയാണ്, ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾ ആക്ഷൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ മുന്നോട്ട് പോകുന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഫോർ എക്സാമ്പിൾ നമുക്ക് എൻഡ്യൂറൻസ് കിട്ടും. അതുപോലെ നമ്മൾ അഡാപ്റ്റബിൾ ആവും. ഭയങ്കര അഡാപ്റ്റബിൾ എങ്ങനെയാവുന്നത്? ഫിക്സഡ് ഒരു പുതിയ ചേഞ്ചസ് വരുന്നു, പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ചേഞ്ചസിനോട് അഡാപ്റ്റബിൾ ആവുന്നു. നമ്മൾ ആ പുതിയ ടെക്നോളജി വരുന്നു, ടെക്നോളജിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? കൂടുതൽ പഠിക്കാൻ വേണ്ടി നമ്മൾ റെഡി ആവുന്നു. അതുപോലെ തന്നെ ആളുകൾ തമ്മിൽ എന്ത് ചെയ്യും? ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കീപ്പ് ചെയ്യാൻ പറ്റും. ഓൾ ദീസ് ആസ്പെക്ട്സ് ഓഫ് പോസിറ്റീവ്സ് ഓഫ് ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ പോസിറ്റീവ്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഒപ്റ്റിമിസത്തിനെ നമുക്ക് എന്ത് ചെയ്യും? പ്രിസർവൻസ് ആക്കി മാറ്റാൻ പറ്റും. സോ ഇമോഷണൽ ഇൻ്റലിജൻസ് നർച്ചേഴ്സ് ഹോപ്പ് ബൈ റെഗുലേറ്റിംഗ് ഡൗട്ട് ആൻഡ് ഫോക്കസിങ് ഓൺ സൊല്യൂഷൻസ് അല്ലേ? സോ പ്രിസർവൻസിലേക്ക് മാറ്റാൻ പറ്റും. ക്രിസ് ഗാർഡനറിൻ്റെ മൂവിയിൽ പറയുന്ന പോലെ പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്സിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഈ മൂവിയൊക്കെ. ഹോംലെസ്നെസ് ഒക്കെ എന്താക്കി മാറ്റി? അച്ചീവ്മെൻറ്റ് ആൻഡ് സക്സസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ജലസീനെ എന്താക്കി മാറ്റി? ജലസീനെ ഹെൽത്തി കോമ്പറ്റീഷനും സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റും ആക്കിയിട്ട് നമ്മൾ ജലസീനെ മാറ്റുക എന്നുള്ളതാണ്. നമ്മൾ ജലസി അടിച്ച് നിൽക്കാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ പോസിറ്റീവായിട്ട് കാണുന്നു. ഇപ്പം നമ്മൾ അസൂയ, കുശുമ്പ്, ജലസീൻ എന്നൊക്കെ പറയുന്ന രണ്ട് ആസ്പെക്റ്റ് ഉണ്ട്. ഇപ്പോൾ രണ്ട് ആസ്പെക്റ്റിൽ ഒരു ആസ്പെക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നത്തെ ഡിസ്കഷനിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ആസ്പെക്ട്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബേസിക്കലി ഈ സാധനമില്ലേ അമർത്യ സെന്നിൻ്റെ ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യൻ എന്ന് പറയുന്നതിൽ ബേസിക്കലി ആ ബുക്കിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ he says that Indians are very argumentative. Okay, so in that he also discussed that how different arguments are happening in the society. അപ്പം ഇയാൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മഹാഭാരതത്തിൽ ഒരു പാർട്ടിക്ക് എന്താണ്? എൻവി ആണ് അല്ലേ, അസൂയാണ്. ഈ എൻവി ഉള്ളതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഡിസ്ട്രക്ഷൻസിലേക്ക് പോകുന്നത്. പക്ഷേ എൻവിക്ക് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഫംഗ്ഷനും ഉണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഭയങ്കരമായിട്ട് പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാളോട് അസൂയ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ബെറ്ററായിട്ട് വർക്ക് ചെയ്യാൻ നോക്കും, അയാളെക്കാട്ടും വർക്ക് ചെയ്യാൻ നോക്കാം. അതൊരു പോസിറ്റീവാണ്. അയാളെ തകർക്കാൻ നോക്കാം, അതൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ്, അതൊരു മോശം ആറ്റിറ്റ്യൂഡാണ്. നിങ്ങളും നന്നാവില്ല, മറ്റൊന്നെ നന്നാക്കുകയില്ല എന്ന് പറയുന്നൊരു മോശം ആറ്റിറ്റ്യൂഡ്. അങ്ങനെയല്ലേ? ഇപ്പോൾ നിങ്ങൾ റീഡിംഗ് റൂമിൽ ഒരാൾ കൂടുതൽ നേരം ഇരുന്ന് പഠിക്കുന്നു, അപ്പോൾ അവനെ ഡിസ്ട്രാക്ട് ചെയ്യാനല്ല നമ്മൾ നോക്കേണ്ടത്. അവനെ കണ്ടിട്ട് നമ്മൾ മോട്ടിവേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യണം? അവൻ പഠിക്കുന്നതിനെക്കാട്ടും 10 മിനിറ്റെങ്കിലും കൂടുതൽ ഞാൻ പഠിക്കണം എന്ന മോട്ടിവേഷൻ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഇമോഷനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ആ ജലസീനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു ഈഗോ ജലസീനെ നമ്മൾ എന്ത് ചെയ്തു? ഒരു കോമ്പറ്റീഷനാക്കി മാറ്റുന്നു, സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിലേക്ക് മാറ്റുന്നു. അങ്ങനെയുള്ള ആളുകളായിരിക്കും സക്സസ് ആവുക. അപ്പം എന്ത് ചെയ്യുന്നു? ആ രീതിയിൽ നമുക്ക് അതിൽ കൾട്ടിവേറ്റിംഗ് എമ്പതി ഇൻ ദ റിലേഷൻഷിപ്പ് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇമോഷണൽ ഇൻ്റലിജൻസ്, നമുക്ക് നല്ല ഇമോഷണൽ ഇൻ്റലിജൻസ് ഉണ്ട്. പക്ഷേ ഇമോഷണൽ ഇൻ്റലിജൻസ് ചില സമയത്ത് നമ്മൾ കൺസ്ട്രക്റ്റീവ് പർപ്പസിനല്ലാതെ സൊസൈറ്റീനെ എന്ത് ചെയ്യാൻ നെഗറ്റീവായിട്ട് രീതിയിൽ നമുക്ക് ചിലപ്പോൾ ആളുകൾ ചെയ്യാറുണ്ട്. പക്ഷേ അത് ദാറ്റ് ഈസ് വിൽ ക്രിയേറ്റ് ഹാം ടു ദ സൊസൈറ്റി.
ഫോർ എക്സാമ്പിൾ ഹിറ്റ്ലറിൻ്റെ കാര്യം നോക്കുക. ഹിറ്റ്ലറിൻ്റെ കരിസ്മ, അതുപോലെ തന്നെ ഹിറ്റ്ലറിൻ്റെ ആങ്കർ, അല്ലെങ്കിൽ ആ സ്കിൽ ഓഫ് പെർsuasion, സ്പീച്ച് ഓഫ് ഹിറ്റ്ലർ ഈസ് പെർsuasive സ്പീച്ചിങ് ആണ്, വളരെ അടിപൊളി സ്പീക്കറാണ്. സോ ആ ഒരു സ്കില്ലിനെ അയാൾ എന്താണ് നെഗറ്റീവായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ജിനോസൈഡിലേക്കാണ് പോയിരിക്കുന്നത്, എൻ്റെ സൊസൈറ്റീനെ അത് ഡിസ്ട്രക്ഷനിലേക്കാണ് പോയിട്ടുള്ളത്. സോ ഇമോഷണൽ ഇൻ്റലിജൻസ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സൊസൈറ്റിക്ക് അത് ഹാംഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ എന്ത് ചെയ്യും, നമുക്ക് എങ്ങനെ വേണം, നമുക്ക് ബെറ്റർ ഇമോഷണൽ ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്യാൻ ഇതാൽ മാത്രമേ നമുക്കൊരു പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ, സോഷ്യൽ വെൽബീയിങ് ഉണ്ടാവുള്ളൂ, സെൽഫ് അവെയർനെസ് ക്രിയേറ്റ് ചെയ്യണം, സോഷ്യൽ റെഗുലേഷൻ, എമ്പതി, എത്തിക്കൽ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മൈൻഡ്ഫുൾ ആയിരിക്കാം, ജേർണലിംഗ് ചെയ്യാം, ഫീഡ്ബാക്ക് എടുക്കാൻ പറ്റും. എങ്ങനെ ഇമോഷണൽ ഇൻ്റലിജൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പിയർ ഗ്രൂപ്പിനോട് ചോദിക്കാൻ പറ്റും, നമുക്ക് നമ്മുടെ ആക്ഷനെ മൈൻഡ്ഫുൾ ആക്കാം, റോൾ മോഡലിംഗ് ചെയ്ത് നമുക്ക് നമ്മളോട് തന്നെ പല സിറ്റുവേഷനിൽ ആളുകളെ ഇട്ട് നമുക്ക് തന്നെ സംസാരിച്ച് നോക്കാം. അപ്പം നമ്മൾ ആക്ടിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ബാക്കിയുള്ളവർ എന്താ പറയുന്നത് ലിസൺ ചെയ്യാൻ നോക്കാം. അപ്പം നമുക്ക് ആ ബാക്കിയുള്ളവരുടെ ഇമോഷൻസ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. സോ അറ്റ് ദ എൻഡ് യു ക്യാൻ കൺക്ലൂഡ് വിത്ത് ഡാനിയൽ ഗോൾമാൻ്റെ കോട്ട് വെച്ചിട്ട്, ദ ഹയസ്റ്റ് ഫോം ഓഫ് ഇൻ്റലിജൻസ് ഈസ് ദ എബിലിറ്റി ടു ഹാർനസ് ഇമോഷൻ ടു സർവ് ഹ്യൂമാനിറ്റി ആൻഡ് ക്രിയേറ്റ് ഹാർമണി ഇൻ സൊസൈറ്റി. അതാണ് ഹയസ്റ്റ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. എന്താണ്, ആളുകളുടെ ഇമോഷൻസ് മനസ്സിലാക്കാനും അത് ഉപയോഗിച്ച് ആളുകളെ ഹ്യൂമാനിറ്റീനെ സർവ് ചെയ്യാനും ഹാർമണി ക്രിയേറ്റ് ചെയ്യാനും പറ്റുന്നതാണ് ദ ബെസ്റ്റ് മോഡൽ ഓഫ് ഇമോഷണൽ ഇൻ്റലിജൻസ്. സോ ആ ഒരു ഇമോഷണൽ ഇൻ്റലിജൻസിലേക്ക് നമ്മൾ എത്തണം എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ് ദി ആൻസറിങ് സ്ട്രക്ചർ ആൻഡ് ഓൾ. സോ താങ്ക് യു സോ മച്ച്.